ഈ ടുലിപ്പൂക്കൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചെങ്കിൽ മേക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയതുകൊണ്ട് പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷേ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ 10 സെൻറ്റിമീറ്ററിൽ ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേകൂട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 16 സ്ക്വയേഴ്സ് ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് 4 സൈഡിലും ഇതേകൂട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ഇത് മടക്കി മടക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് മടക്കി എടുത്തിട്ട് മടക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിനകത്തിലെ ഓപ്പൺ സ്പേസ് അല്ലാത്ത സ്പേസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം. ചെറുതായിട്ട് കട്ട് ചെയ്യാവും. ഇത് നമുക്ക് സ്റ്റെം ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഓരോ വശത്തും ഇങ്ങനെ പശ ഒട്ടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. ആദ്യം ഞാനത് ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ എല്ലായിടത്തും പശ തേച്ചിട്ട് ഒരുമിച്ച് ഒട്ടിക്കാൻ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ അന്നേരം അങ്ങോട്ട് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോ വശവും ഇങ്ങനെ പതുക്കെ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം റെഡിയാക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഷേപ്പൊക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ലീഫ് റെഡിയാക്കി എടുക്കാവേ. അതിനും സ്ക്വയർ ഷേപ്പിൽ 10 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതേ കൂട്ട് റോക്കറ്റ് കൂട്ടിങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കുക. അത് തന്നെ വീണ്ടും ഒന്നുകൂടി മടക്കണേ. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലീഫിൻ്റെ ആ ഒരു സ്പേസ് വരും. മുകളിൽ ഒരു ഇച്ചിരി പോർഷനുള്ളത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതേകൂട്ടൊന്ന് ചുരുട്ടി എടുത്താൽ മതി. എന്നിട്ട് 4 വശം ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അവിടെ തന്നെ പശ ഒട്ടിച്ച് വെക്കണം കേട്ടോ. പുറകിലാണ് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കൂടെ കയറ്റി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കണം. നമ്മുടെ ലീഫും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. ഒരു 7 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ നന്ദുവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സിൽ കാണാവേ.